നമുക്ക് അടുത്തത് നമ്മുടെ COP16 ഒന്ന് ഡിസ്കസ് ചെയ്യാം. 16ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 5ാമത്തെ ലാസ്റ്റായിട്ടുള്ള ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ്. ബാക്കി 4ഉം കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിരുന്നു. ഇവിടെ ദ ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈസ് ആൻഡ് മാനേജസ് പേഷ്യൻസ് ഹൂ നീഡ് റെസ്ട്രെയിൻസ് എന്നത് ഒരു സ്റ്റാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായ ഡോക്യുമെൻറ്റഡ് പ്ലാൻ ഉണ്ടാവണം. നമ്മുടെ ഹോസ്പിറ്റലിൽ ചില സമയത്ത് നമുക്ക് ഒരു ഓവർ ആക്റ്റീവായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. നമുക്ക് അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തേ പറ്റൂ. അതിന് 2 മെക്കാനിസമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുക. ഫിസിക്കൽ റെസ്ട്രിക്ഷൻസ് അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള റെസ്ട്രെയിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഫിസിക്കൽ റെസ്ട്രെയിൻസ് കൊടുക്കുമ്പോൾ നമുക്ക് അത് ബെഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് റെയിലൊക്കെ വെച്ചിട്ട് നമ്മൾ അവരുടെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇത് പലപ്പോഴും സൈക്കോളജിക്കലി അവരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം കൊടുക്കത്തക്ക വിധത്തിൽ നമ്മളത് റെഡ്യൂസ്ഡ് ആക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കണം. വേറൊരു പ്രശ്നം വെച്ചാൽ അവർക്ക് ബെഡ് സോർ ഉണ്ടാകാം, മസിൽസ് വീക്കനായി പോകാം. കാലങ്ങളോളം അത്തരത്തിൽ അവരെ നമ്മൾ ഒരു ഫിസിക്കൽ റെസ്ട്രെയിൻസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ. വേറൊരു മെക്കാനിസം നമ്മുടെ ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ റെസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നതാണ്. കെമിക്കൽ റെസ്ട്രെയിൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സഡേഷൻസ് ആണ് മെയിനായിട്ട് അതിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഡീപ്പ് സഡേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും സഡൻ ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും വരെ ഉള്ള ഒരു സംവിധാനമാണ് കെമിക്കൽ റെസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും എങ്ങനെയാണ് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അഗ്രസീവ് ബിഹേവിയറുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ട്രീറ്റ്മെൻറ്റിനെ ബാധിച്ചേക്കാം. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് നീഡ് ബേസ്ഡ് ആയിട്ടായിരിക്കണം. ആ പേഷ്യൻറ്റിൻ്റെ അതിനപ്പുറം ഒരു ഓവറായിട്ട് അവരെ റെസ്ട്രെയിൻ ചെയ്യുന്നതിനുള്ള കെമിക്കലായാലും ഫിസിക്കലായാലും ആക്ടിവിറ്റീസ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടും മനസ്സിലാക്കിയും ആ പേഷ്യൻറ്റിൻ്റെ ബന്ധുമിത്രാദികളുടെ കൺസേൺഡ് വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടാണ് റെസ്ട്രെയിൻസ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഇല്ലീഗലായി പോകും. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്കൊന്ന് ശ്രദ്ധിക്കാം, വളരെ മിനിമൽ യൂട്ടിലൈസേഷൻ ആയിരിക്കണം റെസ്ട്രെയിൻസിൻ്റെത് ആവശ്യമുള്ള സമയങ്ങളിൽ. സോ അത് കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അത് വളരെയധികം സൈഡ് എഫക്ട്സ്, ഫിസിക്കൽ റെസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവരുടെ മസിൽ വീക്ക്നെസ് ഉണ്ടാക്കും, ഒക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ സഡേറ്റീവ്സ് ആണ് പലപ്പോഴും കെമിക്കൽ റെസ്ട്രെയിൻസ് ആയിട്ട് ഉപയോഗിക്കുക. അത് സൈഡ് എഫക്ട്സ് വളരെ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൺസേൺ വാങ്ങിച്ചിരിക്കണം. അവരോട് വ്യക്തമായി ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം, വൈ വി ആർ യൂസിങ് ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ടൈം ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് COP16 കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത സ്റ്റാൻഡേർഡ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം.